ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നോക്കാം. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ നേടിയത് കവി പ്രഭാവർമ്മ. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2ാം സീസണിലെ കിരീടം നേടിയത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സക്കറിയ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ. ഹിന്ദുസ്ഥാൻ ഹീറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് 1A. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം നഫീസ്. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ 1ാം സ്ഥാനം ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 143. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുപ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം ദക്ഷിണ സുഡാൻ. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടിയ സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് വിനയകുമാർ. ദേശീയ അന്വേഷണ ഏജൻസി NIAയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്ത് ദത്തെ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ജുഡിത്ത് സുമിൻവ ടുലുക്ക. നാറ്റോയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 32. 2024 ഏപ്രിലിൽ 75ാം വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു. നാറ്റോ രൂപീകൃതമായിട്ടുള്ളത് 1949 അപ്പോൾ 2024 ഏപ്രിൽ ആയപ്പോഴേക്ക് 75 വർഷം ആയിട്ടുണ്ട്. ഒളിമ്പിക്സ് ജൂറി ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കീസ് മിർ. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായാണ് തിരഞ്ഞെടുത്തത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് ഷെയ്ഫാലി ബി ശരൺ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ നിലവിൽ വന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത്. 2024 ഫോക്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് വന്നത് ബെർണാഡ് അർണാൾട്ട്. ലൂയി വിട്ടൻ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ് അദ്ദേഹം. 2ാം സ്ഥാനം ഇലോൺ മസ്ക്, 3ാം സ്ഥാനം ജെഫ് ബസോസ്. ആണവ വാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് മുഫീദ് VH, തൃശ്ശൂർകാരനാണ്. അദ്ദേഹം മലയാളിയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ധവുലരി. 2024 ആബേൽ പുരസ്കാരം നേടിയത് ഗണിതശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻഡ്. 2024 ആബേൽ പുരസ്കാരം നേടിയിട്ടുള്ളത് മൈക്കൽ തലാഗ്രാൻഡ്. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ദോസ്തി 16. ഏതൊക്കെ രാജ്യങ്ങളാണ്? മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി ശ്രീലങ്ക.
ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ വിജയ് ഛേത്രി. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം നേടിയത് KR മീര. 2024 മരണപ്പെട്ട പീറ്റർ ഹിഗ്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2013 ഭൗതികശാസ്ത്ര നോബൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ ദൈവകണം, ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത് എന്താണ്? ദൈവകണമാണ്. അതിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ആളാണ് ആര്? പീറ്റർ ഹിഗ്സ്. അദ്ദേഹം ഈ 2024 മരണപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഇസ്യൂൾട്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനറാണ് ഇസ്യൂൾട്ട്. 2024 25ാം ലോറസ് പുരസ്കാരത്തിന് അർഹയായ വനിതാ താരം ഐറ്റാന ബോൺമാറ്റി. സ്പെയിൻകാരിയാണ്. 2024 25ാമത് ലോറസ് പുരസ്കാരത്തിന് അർഹനായ പുരുഷ താരം നൊവാക് ദ്യോക്കോവിച്ച്, സെർബിയ. ലോകത്തിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ലോറസ് പുരസ്കാരം. ലോറസ് പുരസ്കാരം ആർക്കാണ് നൽകുന്നത്? ലോകത്തിലെ മികച്ച കായിക താരങ്ങൾക്ക്. 2024 50ാമത് G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി 2024. ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള സ്കൈട്രാക്സ് പുരസ്കാരം 2024 ലഭിച്ചത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ഖത്തർ. ഖത്തറിലുള്ള ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള സ്കൈട്രാക്സ് പുരസ്കാരം 2024 നേടിയിട്ടുള്ളത്. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം സ്ട്രാസ്ബർഗ്. ഫ്രാൻസിലെ ഒരു നഗരമാണ് സ്ട്രാസ്ബർഗ്. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം പ്ലാനറ്റ്സ് വേഴ്സസ് പ്ലാസ്റ്റിക്. ലോക ഭൗമദിനം ഏപ്രിൽ 22. 2024 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ബഹുമതിക്ക് അർഹനായ പലസ്തീൻ ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലേം. ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്നത് ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെ കൃതിയാണ്? ഷെയ്ൻ വാട്സൺ, ഓസ്ട്രേലിയ. ഷെയ്ൻ വാട്സൻ്റെ കൃതിയാണ് എന്ത്? ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. അതേപോലെ നോ സ്പിൻ മൈ ഓട്ടോബയോഗ്രഫി എന്നത് പ്രസിദ്ധ ഓസ്ട്രേലിയൻ സ്പിൻ ബൗളറായ ഷൈൻ വോണിൻ്റെ ആത്മകഥയാണ്. 2024 ഏപ്രിലിൽ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായി ചൈന വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഷെൻ ഷൗ 18. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിന് അർഹത നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് അർഹത നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. അപ്പോൾ നമ്മളൊരു 40ഓളം ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞു. ബാക്കി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.